ഹായ് ഓൾ. നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി നിലവിൽ നോട്ടിഫിക്കേഷൻ ഉള്ള ഒരു പോസ്റ്റാണ് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ആൻഡ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. രണ്ടും ഒരേ പോസ്റ്റ് തന്നെയാണ്. ചെയ്യുന്ന ജോലിക്ക് അടിസ്ഥാനമാക്കി ഈ പേര് മാറും എന്ന് മാത്രം. നിയമനം വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ആർക്കൊക്കെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സംശയം ഉന്നയിച്ച് വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ആദ്യമായിട്ട് ഇതിൽ നോക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം വരുന്നത്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ എന്നാണ് ഈ പോസ്റ്റിന്റെ പേര്. കാറ്റഗറി നമ്പർ 79/2026 എന്നുള്ളതാണ്. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകാനോ അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 36,500 തുടങ്ങി 89,000 അവസാനിക്കുന്ന ഒരു ഉയർന്ന സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഇനിയും അപേക്ഷിക്കാനുള്ള യോഗ്യതയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ആദ്യമായിട്ട് പോളിടെക്നിക് ഡിപ്ലോമയാണ്. പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇതിൽ അടിസ്ഥാന യോഗ്യത. അതായത് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, 3 വർഷത്തെ ഡിപ്ലോമ ആയിരിക്കണം. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലോ നേടി. ഒന്നുകൂടെ പറയാം, ഡിപ്ലോമയാണ് യോഗ്യത. പക്ഷേ 2 ഇയർ ഡിപ്ലോമാസ് ഉണ്ട്, 1 ഇയർ ഡിപ്ലോമാസ് ഉണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ഡിപ്ലോമാസ് ഉണ്ട്. ഇതിൽ 3 ഇയർ ഡിപ്ലോമ നിങ്ങൾക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീമിൽ തന്നെ നേടിയതുമായിരിക്കണം. ഇനിയും ഇതിന്റെ ഹയർ വെച്ചിട്ട് ബിടെക്കുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും. അത് സംശയമില്ല. ഈ പറയുന്ന പോലെ സിവിൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിടെക് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി ഇതിന് മുകളിലോട്ട് നിങ്ങൾക്ക് എംടെക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അടിസ്ഥാനപരമായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഡിപ്ലോമ എടുക്കാതെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ബിടെക് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ഇത് അപ്ലൈ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. ഇനിയും അപേക്ഷിക്കാനുള്ള പ്രായപരിധി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നേരത്തെ 36 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. നിലവിൽ ഇത് 40 ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഇതിന്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇത് അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 2, 2026 ഇത് അവസാന തീയതിയാണ്. അതുവരെ കാത്തിരിക്കണമെന്നില്ല. നമുക്ക് 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈസിയായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നത് 30-ാം തീയതിയാണ്. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യോഗ്യത ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഡിപ്ലോമ യോഗ്യത ഉള്ളവർ 10ാം ക്ലാസ് പാസ്സായവരെ മാത്രമേ ഇതിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. പൊതുവെ 10ാം ക്ലാസ് പാസ്സാവാർക്ക് ഡിപ്ലോമ നേടാൻ പറ്റില്ല. 3 ഇയർ ഡിപ്ലോമ കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവുക തന്നെ വേണം. എങ്കിലും നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നത് 10ാം ക്ലാസ്സിന് ശേഷമുള്ള 3 ഇയർ ഡിപ്ലോമ ആണ്. അതുകൊണ്ടാണ് എടുത്തത് സൂചിപ്പിച്ചത്. ഇനിയും ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷനിൽ 120 അഡ്വൈസുകളാണ് ഈ ഒരു പോസ്റ്റിൽ പോയത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു പോസ്റ്റിന് അവസാനമായിട്ട് 120 പേർക്ക് അഡ്വൈസ് പോയ ഒരു പോസ്റ്റാണ്. റാങ്ക് ലിസ്റ്റ് ഇനിയും കാലാവധിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണെന്ന് വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. ഒരു ടെക്നിക്കൽ PSC എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം നടന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിന്റെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, വളരെ കൃത്യമായിട്ടൊരു പഠനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ PSC എക്സാമിനേഷനുകളിൽ നല്ല റാങ്ക് നേടാൻ കഴിയുകയുള്ളൂ. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം സിവിലിന്റെയും മെക്കാനിക്കലിന്റെയും ഈക്വൽ വെയിറ്റേജോടുകൂടിയായിരിക്കും എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള പ്രോപ്പർ ഗൈഡൻസോടുകൂടിയാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ലൈവായിട്ടാണ് കൂടുതൽ ക്ലാസ്സുകൾ നൽകുന്നത്. ഒപ്പം തന്നെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം PDF നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു മെന്റർ ഉണ്ടായിരിക്കും. ആ മെന്റർ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുകയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അസസ്മെന്റ് എടുക്കുകയും ചെയ്യും. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. മൊഡ്യൂൾ വൈസും അതുപോലെ തന്നെ ടോപ്പിക് വൈസും ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. കൂടാതെ എക്സാം വരെയും നിങ്ങൾക്ക് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ ക്ലാസ്സുകളേക്കാൾ കൂടുതൽ നിരവധി എക്സാമുകൾ നടത്തി നിങ്ങളുടെ റാങ്ക് സ്വയം വിലയിരുത്തി പോകാനുള്ള ഇതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു സർക്കാർ ജോലി, കേരള വാട്ടർ അതോറിറ്റിയിൽ ഈ ഒരു ജോലി നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിച്ച് തന്നെ മുമ്പോട്ട് പോവുക. അപ്പം നിങ്ങളുടെ ലക്ഷ്യം സർക്കാർ ജോലിയാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.